നമസ്കാരം. കേരളം ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് ആണോ അതോ RSS ആണോ? തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ഇന്നിപ്പോൾ കൊല്ലത്ത് ബ്രസീലിന്റെ പേരിൽ ഈ ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള കുട്ടികൾ കെട്ടിയ പതാക, അതിലെ പച്ച കണ്ടപ്പോൾ ഹാലിളകിക്കൊണ്ട് RSSകാർ പോലീസിനെ വിളിച്ച് ആ പതാക അല്ലെങ്കിൽ ബ്രസീലിന്റെ ആ ദേശീയ പതാകയെ അഴിപ്പിച്ചു. നിങ്ങൾ ഏവരും അറിഞ്ഞിരിക്കും. എവിടെന്നെങ്കിലും ഒരു പ്രതികരണം, അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, എന്തിനേറെ പറയുന്നു മൂരികളുടെ ഭാഗത്ത് നിന്ന്. കാര്യം പച്ച കണ്ടപ്പോഴത്തേക്ക് ഹാലിളകിക്കൊണ്ട് RSSകാർ കോൺഗ്രസ്സുകാർ ഭരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരിടമാണല്ലോ മേനോൻ മുഖ്യമന്ത്രിയെ അധികാരമേറ്റതിന് ശേഷം നമ്മൾ കണ്ടു. MG സർവകലാശാലയിലും മലയാളം സർവകലാശാലയിലും VC-മാരായിട്ട് നല്ല തനി തങ്കം RSSകാരെ ആര് നിയമിച്ചു? ഗവർണർ നിയമിച്ചു. ഒരു ചെറിയ പ്രതിഷേധം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായോ? എന്തെങ്കിലും ശക്തമായിട്ട് അതിനെതിരെ ഒരു വാചകം പറഞ്ഞു? അവർ നേരെ മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി. മുഖ്യമന്ത്രി മേനോൻ സതീശന്റെ അതിശക്തമായിട്ടുള്ള ഒരു താക്കീത്, മാപ്പ് പറയണം അത്രേ. ഞങ്ങൾ ആ പദവിയിൽ നിന്ന് മാറ്റുമെന്നല്ല, അവരൊന്ന് മാപ്പ് പറഞ്ഞാൽ മതി, പോയത് ശരിയായില്ല, ആ ഒരു വാക്ക് പറഞ്ഞ് നിങ്ങൾ തുടർന്നോളൂ. എന്തൊരു കരുതലാണ്. ഇപ്പോൾ RSSകാർ ഈ കോൺഗ്രസിന്റെ മേനോൻ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു വല്ലാത്ത കോൺഫിഡൻസിലാണ്. അവർക്ക് ശബരിമല കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അവർ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അവരുടേതായിട്ടുള്ള ആൾക്കാരെ സെനറ്റിലേക്ക് നിയമിക്കുന്നുണ്ട്. ഒരിടത്തും ഇത്തരം നിയമനങ്ങൾ നടത്തുന്നതിനോ പ്രവർത്തികൾ ചെയ്യുന്നതിനോ അവർക്ക് ഒരു ഭയവുമില്ലാത്തൊരവസ്ഥ. കഴിഞ്ഞ 10 വർഷവും ഇവർ ഇവിടെ ഉണ്ടായിരുന്നു. ഇവർ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചത് അധികാരത്തിന്റെ ഹുങ്കാണ്. പക്ഷെ ഒന്നും വേണ്ട വിധേന നടത്താൻ പറ്റിയിട്ടില്ല. അത് നിങ്ങൾക്ക് ഗവർണറുടെ ആഫീസിൽ ഭാരതാംബ വെച്ചത് നിങ്ങൾ അറിഞ്ഞു. ഇപ്പോൾ ആ ഭാരതാംബ ഒരു വിഷയമേ അല്ല. എവിടെ വേണമോ വയ്ക്കാം. അവിടെ പോയി ഗോൾവാൾക്കറിന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിന്നവർ ഈ ഭാരതാംബയ്ക്ക് മുന്നിൽ പുഷ്പമിട്ട് ഓച്ചാനിക്കില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, നിഷ്കളങ്കരെ, നിങ്ങളെപ്പോലത്തെ മൂഢന്മാർ അല്ലെങ്കിൽ മതനിരപേക്ഷതയെ ഒറ്റുകൊടുക്കാൻ വേണ്ടി വോട്ട് ചെയ്തവർ ഈ നാട്ടിലുണ്ടാകില്ല. സംഘപരിവാറിനെ ചെറുക്കുന്നവരാണെന്ന് പറയുമ്പോൾ കേരളത്തിൽ എത്രയോ കാലമായിട്ട് ഈ ഫുട്ബോൾ ആസ്വാദകർ എന്ന് പറയുന്നവർ ഈ ലോക ഫുട്ബോൾ വരുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ഭാഗമായി അവർ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞ പോലെ അവർ ഇവിടെ മറ്റ് രാജ്യങ്ങളുടെ ഫാൻസുകാരാകുന്നു. ആ ഫാൻസുകാരായി നിന്നുകൊണ്ട് ഈ നാട്ടിൽ ഫാൻ ഫോളോവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രസീലുകാരെ ട്രോളുന്നു, അർജന്റീനക്കാരെ ട്രോളുന്നു, സ്പെയിനുകാരെ ട്രോളുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇന്ത്യക്കാരാണെങ്കിൽ സകലതും മറക്കുകയാണ്. സ്പോർട്സ് എന്ന വികാരത്തിന്റെ ഏറ്റവും വലിയ ഗുണമാണ് മതവും വിദ്വേഷവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യനായിട്ട് ആ വികാരത്തെ ഏറ്റെടുത്തുകൊണ്ട് അവർ ഇഷ്ടപ്പെടുന്ന ടീമിനും താരങ്ങൾക്കും വേണ്ടി സംസാരിക്കുന്ന സന്ദർഭത്തിലാണ് അത് കണ്ട് കുരുപൊട്ടിക്കൊണ്ട് പോലീസിനെ കൊണ്ടുവന്ന് ആ പതാക അഴിപ്പിച്ച സന്ദർഭത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വർഗീയത ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് നാക്കുകൊണ്ട് ഡയലോഗ് അടിച്ച ഇടത്ത് ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കൂടി ഇടാനുള്ള സമയമില്ല. അതാണ് മേനോൻ മുഖ്യമന്ത്രി. കാര്യം ഇന്നലകളിൽ ഉണ്ടാക്കിയ ഡീലിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ഇവിടെ നടക്കുമെന്ന് അറിയുമ്പോൾ ഇതൊക്കെ അനുവദിച്ചു കൊടുക്കാമെന്നുള്ള ഉറപ്പ് കിട്ടിയത് കൊണ്ടാണല്ലോ 3 സീറ്റ് അവർക്ക് കൊടുക്കുകയും പിന്നാലെ ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം കോൺഗ്രസിനെ വാരിക്കോരി സഹായിക്കുകയും ചെയ്ത് അങ്ങനെ വിജയിച്ച് കയറിയപ്പോൾ RSSനെതിരെ ഒരു വാക്കുരിയാടാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സംഘടനയെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ഒരക്ഷരം ശക്തമായി പ്രതികരിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാകുകയാണ്. എന്തായാലും ആ കുട്ടികൾ അവർ രാഷ്ട്രീയം കൊണ്ട് ചെയ്ത കാര്യമല്ല. അവിടങ്ങളിൽ മതം തിരികെ കയറ്റിക്കൊണ്ട് വർഗീയത കാട്ടിയ RSSന്റെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ പോലീസ് നടപടിയെടുത്ത കാര്യം നിങ്ങൾ അറിഞ്ഞോ? അവർക്കെതിരെ കോൺഗ്രസ്സുകാരോ യൂത്ത് കോൺഗ്രസ്സുകാരോ KSUക്കാരോ പ്രതികരിക്കുന്നത് നിങ്ങൾ കണ്ടോ? പക്ഷേ പ്രതികരിക്കാൻ DYFI മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ പത്തനംതിട്ടയിൽ നടക്കുന്ന സമ്മേളനത്തോടനുബന്ധിച്ച് DYFI ബ്രസീലിന്റെ കൊടികൾ ഉയർത്തിക്കൊണ്ട് ആരാണോ അഴിപ്പിച്ചത് അവർക്കെതിരെ ഇത് ഉയർത്തുമെന്നുള്ള ശക്തമായ സന്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ മേഖലയിലും കടന്നു കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കലയോ സാഹിത്യമോ കായിക വിനോദമോ ഒന്നും ഒരു പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ചില സങ്കുചിത താല്പര്യമുണ്ട്. വർഗീയത മാത്രമാണ് മുന്നോട്ട് വെക്കുന്നത്. പച്ച കണ്ടാൽ അതിൽ എന്ത് കാണുന്നു? അവർ വർഗീയത കാണുന്നു, മതം കാണുന്നു. അങ്ങനെയാണ് അവർ ഈ പച്ച അയച്ചു മാറ്റാൻ നോക്കുന്നത്. ലോകത്താകെ മനുഷ്യർ ഈ ഫുട്ബോളിന് പുറകെ പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതിൽ വർണ്ണമില്ല, വർഗമില്ല, രാജ്യമില്ല, മറ്റ് നിറഭേദങ്ങളൊന്നുമില്ല. എല്ലാവരും ഈ ഫുട്ബോളിന് പുറകെ പോകുന്ന ഈ സമയത്ത് ഈ ബ്രസീലിന്റെ പതാക പോലും തിരിച്ചറിയാത്തവരാണോ ഈ RSSകാർ? വിവരവുമില്ലേ? അത് വിവരമില്ലാത്തത് കൊണ്ടാണോ ബോധപൂർവമായി ഇങ്ങനെ ഒരു
ഒരു ധ്രുവീകരണത്തിന് ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും RSSന്റെ തിട്ടൂരങ്ങൾക്ക് മുമ്പിൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളും ഈ കേരളവും മുട്ടുമടക്കില്ല. ഈ ഫുട്ബോൾ പ്രേമികളോടൊപ്പം DYFI ഉണ്ടാകും. RSSന്റെ ഒരു അജണ്ടയും ഈ കേരളത്തിൽ നടത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ്. അവർ വലിച്ചു കീറാൻ ശ്രമിച്ച പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് സാർവദേശീയമായ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന DYFI പ്രസ്ഥാനം ഈ ഫുട്ബോൾ പ്രേമികളോട് ഐക്യദാർഢ്യപ്പെടുകയാണ്. RSSനെ ഈ പടിക്ക് പുറത്തു നിർത്താനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും DYFI നേതൃത്വം കൊടുക്കും. അപ്പോഴും നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് നാക്കുകൊണ്ട് പ്രഖ്യാപിച്ച മുഖ്യൻ മൗനത്തിലാണ്. നിങ്ങൾക്ക് നേരം വെളുക്കുന്നുണ്ടോ മൂരികളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്.